ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ടീനേജ് ലവും റൊമാൻസും ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഇഷ്ടപ്പെടാത്തവരായിട്ട് നമ്മളിൽ ആരെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാവില്ലല്ലേ. സോ അങ്ങനെ ടീനേജിലുള്ള കുറച്ച് കുട്ടികളുടെ ലൈഫും അവർക്ക് നേരിടേണ്ടി വന്ന പ്രതിസന്ധികളും അവരുടെ ഫ്രണ്ട്ഷിപ്പിന്റെയും ഒക്കെ കഥ പറഞ്ഞിട്ടുള്ള ഒരു ചൈനീസ് ഡ്രാമയാണ് ഓൾവേസ് ഹോം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു ഡ്രാമയുടെ ഫസ്റ്റത്തെ എപ്പിസോഡാണ്. മാത്രമല്ല ഈ ഒരു കഥ നടക്കുന്നത് 2007 കാലഘട്ടത്തിലാണ് കേട്ടോ. അങ്ങനെ ഈ ഒരു കഥയുടെ തുടക്കത്തിൽ തന്നെ നമ്മളെ കാണിക്കുന്നത് ചെൻ എന്ന് പറഞ്ഞ നമ്മുടെ ഹീറോയിനെയാണ്. ചെന്നിപ്പോ അവള് താമസിച്ചുകൊണ്ടിരുന്ന സിഷോയി എന്ന് പറയുന്ന അവളുടെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് ഇപ്പൊ ഒരു വലിയ സിറ്റി ആയിട്ടുള്ള ടയാൻഹിയിലേക്ക് വീട് മാറി അവളുടെ അമ്മയുടെ ഒപ്പം താമസിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. അവിടെ വെച്ച് ഇവര് ഹെൽപ്പ് ചെയ്യാനായിട്ട് അവിടെ തന്നെ താമസിക്കുന്ന ഇവരുടെ ഒരു റിലേറ്റീവ് ആയിട്ടുള്ള ചെന്നിന് ഒരു ആന്റി കൂടി ഇപ്പൊ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ചെന്നിപ്പോ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരു പക്ഷി വന്ന് അവളുടെ തലയിൽ പൂപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതറിയാതെ ചെന്നി വീണ്ടും അവിടെ ഫുള്ള് നോക്കുന്നതിന്റെ ഇടയിൽ അവിടേക്ക് ജിങ് എന്ന് പറഞ്ഞ ഒരു ചെറുക്കൻ വരുന്നുണ്ട്. അവനിപ്പോ നമ്മുടെ ചെന്നിനെ കണ്ടിട്ട് ഇതേതാ ഇവള് എന്ന രീതിയിൽ നോക്കിയിട്ട് വളരെ കൈൻഡ്ലി അവന്റെ കയ്യിൽ നിന്ന് ഒരു ടിഷ്യൂ എടുത്തിട്ട് നിന്റെ തലയിൽ ബേർഡിന്റെ പൂപ്പുണ്ടെന്നും അത് തുടച്ചു കളയാനും പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് ചെന്നാകട്ടെ ഇത് തുടച്ചതിന് ശേഷം എന്റെ പേര് ചെന്ന് എന്നാണെന്ന് പറയാമെന്ന അതേ സമയത്ത് തന്നെ അത് കേൾക്കാൻ പോലും നിൽക്കാണ്ട് ഉടനെ തന്നെ ജിങ് ഇപ്പോ അവിടെ നിന്ന് പോകുമ്പോൾ ഇതെന്താ ഇവരെത്ര സ്ട്രേഞ്ച് ആയിട്ട് പെരുമാറണെന്ന് ചെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനിൽ നമ്മൾ കാണുമ്പോൾ ചെന്നിപ്പോ ആ ഒരു സിറ്റിയിലെ പുതിയതായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്ന ആ ഒരു സ്കൂളിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ ചെന്നും കൂട്ടരൊക്കെ ഇപ്പൊ 17 വയസ്സുള്ള വിദ്യാർത്ഥികളായതുകൊണ്ട് കറന്റ് ഇപ്പോൾ അവള് സ്കൂളിലേക്കാട്ടോ അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. ഇതേ നേരം ചെന്നിപ്പോ അവിടെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിലും ആ ഒരു ക്ലാസ്സിലത്തെ കുട്ടികളാരും നമ്മുടെ ചെന്നിനെ മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് ആ ഒരു സാറ് തന്നെ ഇപ്പോ ചെന്നിന് അവിടെ ഉണ്ടായിരുന്ന ഒരു എംപ്റ്റി ആയിട്ടുള്ള ഒരു ബെഞ്ചിലേക്ക് ഇരിക്കാനായിട്ട് പറയുന്നുണ്ട്. ഇതേ നേരം ആ ഒരു ക്ലാസ്സിലെ ലീഡർ ആയിരുന്ന ഒരു കൊച്ചിപ്പോ നമ്മുടെ ചെന്നിന്റെ അടുത്ത് അവൾ എവിടെ നിന്നാണ് വന്നതെന്ന് ചോദിച്ച് ചെന്നിപ്പോ സിഷു എന്ന് പറയുമ്പോൾ അവിടെയുള്ള ആരും തന്നെ ഇങ്ങനെ ഒരു സ്ഥലം കേട്ടിട്ടില്ലെങ്കിലും അവിടെ ഇരിക്കുന്ന ഒരു ചെറുക്കൻ മാത്രം ആ ഒരു വില്ലേജുള്ള സ്ഥലം കറക്റ്റ് ആയിട്ട് പറയുമ്പോൾ ചെന്നാകട്ടെ ഇതാരാണോ എന്നാകെ ഇംപ്രസ്ഡ് ആയിട്ട് നോക്കുമ്പോഴാണ് അത് നമ്മൾ നേരത്തെ കണ്ട ജിങ് ആണെന്ന് അവൾക്ക് മനസ്സിലാകുന്നത്. തൊട്ടു പിന്നാലെ തന്നെ അവിടേക്ക് ക്ലാസ് ടീച്ചർ വന്ന് ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിലും ജിങ് ആകട്ടെ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇയർഫോണും വെച്ച് അവിടെ തന്നെ കിടന്നുറങ്ങുന്നതും ചെന്നിപ്പോ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അന്നത്തെ പീരീഡിന് ശേഷം ലഞ്ച് ബ്രേക്കിന്റെ സമയമാവുമ്പോ ചെന്നിപ്പോ അവളുടെ അപ്പുറത്തുണ്ടായിരുന്ന സീഷി എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ അടുത്ത് കഫറ്റീരിയ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സ്കൂളിൽ കഫറ്റീരിയ ഇല്ലെന്നും നീ ഫുഡ് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൂടി പുറത്തുനിന്ന് പോയിട്ട് ഫുഡ് കഴിക്കാമെന്നും പറഞ്ഞ് ചെന്നിനെയും വിളിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്റെ കയ്യിൽ ഫുഡ് ഉണ്ടായിരുന്നിട്ട് പോലും ചെന്നിനെ അവള് ഹെൽപ്പ് ചെയ്യാൻ കാണിച്ച ഒരു മനസ്സ് കാണുമ്പോൾ ചെന്നിനും ആകെ സന്തോഷമാകുന്നുണ്ട്. മാത്രമല്ല വഴിക്ക് വെച്ച് ഒരു ജിങ്ങിനെ കാണുന്ന സമയത്ത് അവനാണ് നമ്മുടെ ക്ലാസ്സിലെ സ്പോർട്സിന്റെ എല്ലാം റെപ്രസെന്റേറ്റീവ് എന്ന് സീഷി ഇപ്പോ ചെന്നിന്റെ അടുത്ത് പറയുന്നുണ്ട്. കൂടാതെ അവരിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് പരസ്പരം നല്ല ഫ്രണ്ട്സ് ആയിട്ട് മാറുന്നുണ്ട്. അങ്ങനെ കുറച്ചു ദിവസത്തിന് ശേഷം അവരുടെ സ്കൂളിൽ ഒരു എക്സാം നടന്നിട്ട് അതിന്റെ റിസൾട്ട് വരുമ്പോഴാണ് അവർ എക്സാമിൽ തോറ്റ് ഏറ്റവും കുറവ് മാർക്ക് നേടിയിരിക്കുന്നത് സീഷിയാണെന്നും അവളുടെ തൊട്ടു മുമ്പിലായിട്ട് ചെന്നു ആണെന്ന് അറിഞ്ഞിട്ട് ഒരു ക്ലാസ്സിലെ എല്ലാ പിള്ളേരും തന്നെ ചെന്നു മിടിക്കുകയാണെന്നും ബാക്കിൽ നിന്ന് സെക്കൻഡ് ലാസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് അവളെങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും ആ ഒരു എക്സാമിന് ചെന്ന് പഠിപ്പിയാണെന്ന് തെറ്റിദ്ധരിച്ച് സീഷി ഇപ്പൊ ചെന്നിന്റെ കയ്യിൽ നിന്ന് കോപ്പി അടിച്ചുകൊണ്ടാണ് സീഷിക്കും അവളുടെ മാർക്ക് കുറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇതിനുശേഷം അവരുടെ ക്ലാസ് ടീച്ചർ ഇപ്പോ ചെന്നിനെയും സീഷയും ഒപ്പം തന്നെ ജിങ്ങിനെയും വിളിച്ചിട്ട് ഈ ഒരു എക്സാമിൽ ഏറ്റവും കുറവ് മാർക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് 3 പേർക്കാണെന്നും എക്സ്പെഷ്യലി സീഷിയെ നോക്കിയിട്ട് കോപ്പി അടിക്കുകയാണെങ്കിൽ വലുതും അറിയുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് വേണം കോപ്പി അടിക്കാനെന്നും അവള് പറഞ്ഞ് ഇപ്പൊ കളിയാക്കുന്നുണ്ട്. മാത്രല്ല ചെന്നിനെ നോക്കിയിട്ട് നന്നായിട്ട് പഠിക്കണമെന്നും നീ ഇപ്പൊ പുതിയ സ്റ്റുഡന്റ് ആയതുകൊണ്ട് നിനക്ക് ഞാൻ ഇത്തിരി എക്സ്ക്യൂസ് തരാമെന്നും പറഞ്ഞ് പിന്നീട് ഇപ്പൊ ജിങ്ങിനെ കാണുമ്പോൾ ചെന്നും സീഷി ഇപ്പൊ ഇവിടെ ഉള്ളതുകൊണ്ട് നിന്റെ ഗ്രേഡിന് മാറ്റം സംഭവിച്ചെന്നും ഏറ്റവും ലാസ്റ്റ് 2 സ്ഥാനം നിനക്ക് കയറിയെന്നും പറഞ്ഞ് ഇനി ഇംപ്രൂവ് ചെയ്യണം എന്നും കൂടി അവൻ ഉപദേശിച്ച് അവനിപ്പോ പറഞ്ഞു വിടാണ്. അങ്ങനെ അതിനുശേഷം ചെന്നിപ്പോ അവൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു മാർക്കും വെച്ച് വീട്ടിലേക്ക് വരുമ്പോ തന്റെ അമ്മ എന്ത് പറയുന്നറിയാണ്ട് ടെൻഷൻ അടിച്ച് വീട്ടിലേക്ക് കയറുന്നതിനേക്കാൾ മുമ്പ് പുറത്ത് വെച്ച് തന്നെ അമ്മയുടെ മുമ്പിൽ കരഞ്ഞ് അഭിനയിക്കുന്ന പോലെ പ്രാക്ടീസ് ചെയ്ത് ആകെ കരഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. പക്ഷെ ഇതറിയാതെ തൊട്ടുമുകളിൽ നിന്ന് ജിങ്ങും അവന്റെ ഒരു ഫ്രണ്ടും കൂടി ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് ചെൻ നേരെ തന്നെ വീട്ടിലേക്ക് കയറുമ്പോൾ അവളുടെ അമ്മയെങ്ങാനും അവള് ചീത്ത പറഞ്ഞാലൊന്ന് പേടിച്ച് നേരെ തന്നെ വാഷ്റൂമിലേക്ക് കയറിയിട്ട് അമ്മ തന്നെ ചീത്ത പറയാണ്ടിരിക്കാനായിട്ട് അമ്മയുടെ മുമ്പിൽ കരഞ്ഞ് അഭിനയിക്കാനായിട്ട് ഇപ്പൊ കരയാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും എത്രയൊക്കെ ശ്രമിച്ചിട്ടും നേരത്തെ പോലെ അവൾക്ക് ഇപ്പോ കരച്ചിലൊന്നും വരാത്തപ്പോ അവളുടെ അമ്മ തന്നെ ഇപ്പോ അവളുടെ അടുത്ത് വന്നിട്ട് നീ വെറുതെ കരഞ്ഞ് അഭിനയിക്കേണ്ടെന്നും എന്റെ ക്ലാസ് ടീച്ചർ എന്നെ ഓൾറെഡി വിളിച്ച് നിനക്ക് മാർക്ക് കുറവാണെന്ന് ഇൻഫോംഡ് ആയെന്നും വെറുതെ നിന്റെ ആക്ടിങ് സ്കില്ലുകൾ നശിപ്പിക്കണ്ടെന്നും അവളുടെ അടുത്ത് ഇപ്പൊ പറയുന്നുണ്ട്.
അങ്ങനെ ഇത് കേൾക്കുമ്പോൾ ഒന്നും പറ്റാത്ത പോലെ അവൾ വളരെ നൈസായിട്ട് അമ്മയുടെ അടുത്ത് വന്ന് ഇരുന്ന് സംസാരിക്കുമ്പോൾ അവളുടെ അമ്മയാകട്ടെ, നീ ഇപ്പൊ പുതിയ സ്റ്റുഡന്റ് അല്ലേന്നും നീ ഇങ്ങനെ പഠിച്ച് ക്ലാസ്സിൽ ടോപ്പർ ഒന്നും ആവേണ്ട കാര്യമൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞ് അവളിപ്പോ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ അവള് വളരെ സന്തോഷപൂർവ്വം ഇത് കേട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ചെന്നിന്റെ അമ്മ ഇപ്പോ അവളെയും കൂട്ടിയിട്ട് തൊട്ടപ്പുറത്തുള്ള അവരുടെ റിലേറ്റീവ് ആയിട്ടുള്ള ചെന്നിന്റെ ആന്റിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ അവിടെ വെച്ചാണ് ആ ഒരു ആന്റിയുടെ മകൻ ജിങ് ആണെന്ന് അവള് അറിയുന്നത്. ഇതേ സമയത്ത് ഒരു സ്പോർട്സ്മാൻ കൂടിയിട്ടായിട്ടുള്ള ജിങ്ങിന്റെ അച്ഛൻ ഇപ്പൊ അവിടേക്ക് വന്നിട്ട് ജിങ്ങിന്റെ അടുത്ത് നിനക്ക് എന്തെങ്കിലുമൊക്കെ കാര്യം മര്യാദയ്ക്ക് ചെയ്തുകൂടിയെന്നൊക്കെ ചോദിച്ച് ഗസ്റ്റുകളുടെ മുമ്പിൽ വെച്ച് തന്നെ അവനെ പറ്റി ഇങ്ങനെ ഓരോന്ന് സംസാരിക്കുമ്പോൾ ജിങ്ങിന്റെ അമ്മയാകട്ടെ, ഗസ്റ്റുകൾ ഇരിക്കുന്നു എന്റെ മകനെ ഇങ്ങനെ അവരുടെ മുമ്പിൽ വെച്ചൊന്നും പറയരുതെന്ന് ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ഓൾറെഡി റിലേറ്റീവ്സ് ആയിട്ടുള്ള ജിങ്ങിന്റെ അച്ഛൻ ഇപ്പൊ ഒരു മടിയും കൂടാതെ ചെന്നിന്റെ അടുത്ത് നീ അവനെ സൂക്ഷിക്കണമെന്നും അവന്റെ ഒപ്പം കൂട്ടുകൂടിയിട്ട് സ്വയം ചീത്തയാവണ്ടെന്നൊക്കെ കൂടി അവളെ ഇപ്പൊ ഉപദേശിക്കുന്നുണ്ട്. ഇതേ നേരം ചെന്നിന്റെ അമ്മയാകട്ടെ, അവളിപ്പോ ഇങ്ങനെ പെട്ടെന്ന് സ്കൂളൊക്കെ മാറി വന്നതുകൊണ്ട് ഇവിടെ പഠിക്കാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്നും അവളുടെ അതേ ക്ലാസ്സിൽ തന്നെയാണ് ജിങ് പഠിക്കുന്ന കാരണം കൊണ്ട് അവൾ ഈ സ്റ്റഡീസിലൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ജിങ്ങിന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ജിങ്ങിന്റെ പഠിപ്പിലുള്ള നിലവാരം നന്നായി തന്നെ അറിയുന്ന ചെന്നാകട്ടെ വളരെ പെത്തറ്റിക് ആയിട്ട് അവനെ നോക്കുന്നുണ്ട്. ഇതേ നേരം കാര്യം മനസ്സിലായ ജിങ്ങിന്റെ അച്ഛനാകട്ടെ, പഠിപ്പിന്റെ കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് ആള് മാറിപ്പോയിന്നും അത് പറയേണ്ടത് ജിങ്ങിന്റെ അടുത്തല്ലെന്നും അവന്റെ അച്ഛനും പറഞ്ഞ് ഇപ്പൊ അവനെ കളിയാക്കുന്നുണ്ട്. കാര്യം അവര് സത്യമാണ് പറയുന്നെങ്കിലും വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള അവരുടെ ഒരു ടോക്കിംഗ് ഒക്കെ കേട്ട് ആസ്വദിച്ചിരിക്കുകയാണ് ചെന്ന്. ഇതേ നേരം അവരുടെ പാരന്റ്സ് കൂടിയിട്ട് ചെന്നിനെയും ജിങ്ങിനെയും കൂടിയിട്ട് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കൊണ്ടുവരാനായിട്ട് വിടുന്ന സമയത്ത് അവര് രണ്ടുപേരും നിന്ന് സംസാരിക്കുമ്പോൾ ജിങ്ങാകട്ടെ ചെന്ന് നേരത്തെ വീടിന്റെ മുമ്പിൽ നിന്ന് കരഞ്ഞതാലോചിച്ച് ഇങ്ങനെ ചെറിയ കാര്യങ്ങൾക്കൊന്നും വിഷമിക്കണ്ടെന്നും ഈ ഇപ്പോഴല്ലേ ഞാനൊക്കെ എത്ര നാളായിട്ട് ഇങ്ങനെ ഫെയിൽ ആയിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. മാത്രല്ല ശരിക്കും നമ്മുടെ ജിങ്ങിന് ചെന്നിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള സീഷി എന്ന് പറയുന്ന ആ ഒരു ബെഞ്ച്മേറ്റിനോട് ചെറിയൊരു ഇഷ്ടമൊക്കെ ഉള്ളതുകൊണ്ട് ചെന്നിപ്പോ അവളായിട്ട് നല്ല ക്ലോസ് ആണോന്നൊക്കെ അവനിപ്പോ അന്വേഷിക്കുന്നുണ്ട്. മാത്രല്ല ഇതിനിടയിൽ എങ്ങനെയൊക്കെ നമ്മുടെ ചെന്നിനെ ഇറിറ്റേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ അവൾ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജിങ്. ഇതിലൂടെ തന്നെ യാതൊന്നും പഠിക്കാതെ ആ കുഴപ്പി നടക്കുന്ന ജിങ്ങിന്റെ ആ ഒരു ക്യാരക്ടർ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ അതിനൊക്കെ ശേഷം ജിങ് ഇപ്പോ അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള സോങ് എന്ന് പറഞ്ഞ പയ്യൻ വലിയ പഠിപ്പിയാണെന്നും അതുകൊണ്ട് ചെന്നിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവന്റെ അടുത്ത് ഞാൻ റിക്വസ്റ്റ് ചെയ്യാമെന്നും പറയുമ്പോൾ ചെന്നിന്റെ അമ്മയ്ക്കാകട്ടെ ഇത് കേട്ട് വലിയ സന്തോഷമൊക്കെ ആകുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ചെന്ന വലിയ സന്തോഷത്തിൽ സ്കൂളിലേക്ക് പോകുന്നതിനായിട്ട് ഓരോ ഗോഷ്ഠികളൊക്കെ കാണിച്ച് ഇറങ്ങുന്ന നേരെ തന്നെ അവൾ വന്ന് ലാൻഡ് ചെയ്യുന്നത് തലേ ദിവസം ജിങ് പറഞ്ഞ പഠിപ്പിയായിട്ടുള്ള സോങ് എന്ന ആ ഒരു പയ്യന്റെ മുമ്പിലാണ്. അവനാകട്ടെ ചെന്നിനെ കണ്ട പാടെ തന്നെ ഒന്ന് സ്റ്റക്കായിട്ട് ആകെ അവൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ അപ്പോഴേക്കും ജിങ് അങ്ങോട്ടേക്ക് വന്നിട്ട് അവർ പരസ്പരം രണ്ടുപേർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവളെ കാണുമ്പോൾ തന്നെ ഇവളാണോ ക്ലാസ്സിൽ ഏറ്റവും ലാസ്റ്റ് വാങ്ങിച്ച് നിന്റെ സ്ഥാനം തട്ടിപ്പറിച്ച കുട്ടിയെന്ന് സോങ് ഇപ്പോ ജിങ്ങിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അന്ന് മുതൽ അവർ 3 പേര് ഒരുമിച്ചാണ് സ്കൂളിലേക്ക് പോകുന്നതും വരുന്നതൊക്കെ. മാത്രല്ല സ്കൂളിന് ശേഷം സോങ് ഇപ്പോ അവൾക്ക് പ്രൈവറ്റ് ആയിട്ട് ട്യൂഷനൊക്കെ എടുത്തു കൊടുത്ത് അവളെ ഹെൽപ്പ് ചെയ്യാമെന്നും അവര് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ചെന്നും ജിങ് ഇപ്പോ നല്ല കമ്പനി ആയിട്ട് ഏകദേശം ഒരു സിസ്റ്റർ ബ്രദർ ബോണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്ന് പറഞ്ഞ് രണ്ടാമത് അവർ സിബ്ലിങ്സിനെ പോലെ ഫൈറ്റ് ചെയ്തുകൊണ്ട് ആകെ ജോളിയായിട്ട് അങ്ങനെ നടക്കുന്നത് സോങ്ങും വളരെ ആസ്വദിച്ച് കാണുന്നുണ്ട്. അങ്ങനെ അവർ 3 പേരും കൂടിയിട്ട് സ്കൂൾ കോമ്പൗണ്ടിലേക്ക് എത്തുമ്പോൾ അവിടെ വെച്ച് അവർ സീഷേനെയും കാണുന്നുണ്ട്. ഈ ഒരു ഗ്യാപ്പില് ഓൾറെഡി നല്ല ഫ്രണ്ട്സ് ആയിട്ടുണ്ടായിരുന്ന സീഷയുടെ അടുത്ത് ചെന്നിപ്പോ തങ്ങൾ 3 പേരും ഒരേ കോമ്പൗണ്ടിലാണ് താമസിക്കുന്നതെന്ന് ചെന്നിപ്പോ പറയുന്നുണ്ട്. ഇതിനുശേഷം സീഷി ആകട്ടെ അവളുടെ കയ്യിലുണ്ടായിരുന്ന കുക്കീസ് എല്ലാവർക്കും കൂടി കൊടുക്കുന്നുണ്ടെങ്കിലും സോങ് മാത്രം അത് ആക്സെപ്റ്റ് ചെയ്യാണ്ട് പോകുമ്പോൾ സീഷയുടെ മനസ്സിൽ എന്തോ ഒരു വിഷമവും നമുക്ക് കാണാം. ഇതേ നേരം അവർ 3 പേരും കൂടിയിട്ട് ഒരേ ക്ലാസ്സിലേക്ക് തന്നെയാണ് പോകുന്നതെങ്കിലും അവരിൽ ഏറ്റവും പഠിപ്പിയായിട്ടുള്ള സോങ് മാത്രം ആക്ച്വലി വേറൊരു ബിൽഡിംഗിൽ തന്നെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ആ ഒരു സമയത്ത് ഈ പഠിപ്പികളായിട്ടുള്ള ഏറ്റവും ബുദ്ധിശാലികളായിട്ടുള്ള കുട്ടികളെ മാത്രം അവർ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ട്യൂട്ടറിംഗ് ഒക്കെ കൊടുത്ത് ഒരുപാട് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വില്ലിംഗ് ആയിട്ടാണ് അവരെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സോങ് ഇപ്പോ ആ ഒരു ഇന്റർനാഷണൽ ഡിപ്പാർട്ട്മെന്റിലെ ഒരു സ്റ്റുഡന്റ് ആയതുകൊണ്ട് അവനിപ്പോ അവരോട് ബൈ പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതേ നേരം നമ്മുടെ ചെന്നിന്റെ ക്ലാസ്സിൽ ഇപ്പോ അവളോട് ഒരു പ്രോബ്ലം വായിക്കാനായിട്ട് അവളുടെ മാത്സ് ടീച്ചർ ആവശ്യപ്പെടുമ്പോൾ ചെന്ന് അതിന്റെ പ്രൊനൗൺസിയേഷൻ ഒക്കെ തെറ്റിച്ച് ആ ഒരു ഇക്വേഷൻ വായിക്കുന്നത് കേൾക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന അവളുടെ ക്ലാസ്മേറ്റ്സ് എല്ലാരും കൂടി അവളെ ഇപ്പൊ നന്നായി തന്നെ കളിയാക്കുന്നുണ്ട്. ഈ ഒരു കാര്യം ചെന്നിനെ വളരെയധികം ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അവൾ അത് പുറത്തേക്ക് അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അന്ന് വൈകുന്നേരം വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് അവൾ ഒറ്റയ്ക്ക് അവളുടെ പ്രൊനൗൺസിയേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഒരുപാട് ഇങ്ങനെ ട്രൈ ചെയ്യുന്ന നേരത്ത് അവളെ ട്യൂട്ടർ ചെയ്യാനായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ അങ്ങോട്ടേക്ക് സോങ് വരുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അന്ന് അവൾ അങ്ങനെ തെറ്റായിട്ട് പ്രൊനൗൺസിയേഷൻ വായിച്ചതൊക്കെ തന്റെ ക്ലാസ്മേറ്റ്സിൽ നിന്ന് കേട്ട കാര്യം സോങ്ങിന് ഓർമ്മ വരുന്നത്. അങ്ങനെ ഇപ്പോ സോങ് അവളെ ഇംഗ്ലീഷ് ഒക്കെ പഠിപ്പിക്കാനായിട്ട് ചെന്നിനെയും കൂട്ടി നേരെ സോങ്ങിന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ വെച്ച് ഇന്നത്തെ കമ്പൈൻ സ്റ്റഡിക്ക് ജിങ് വരില്ലെന്നും പറഞ്ഞ് അവളെ ഈ ഇംഗ്ലീഷും പ്രൊനൗൺസിയേഷനും ഒക്കെ പഠിപ്പിക്കുന്ന ഒരുപാട് ടേപ്പുകളൊക്കെ സോങ് ഇപ്പോ അവൾക്ക് കൊടുക്കുന്നുണ്ട്.
കൊടുക്കുന്നുണ്ട്. മാത്രമല്ല അവൾക്ക് ഓരോ സബ്ജക്ട്സും അവൻ എക്സ്പ്ലെയിൻ ചെയ്ത് അവളെ പഠിക്കാനും അവൻ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേ നേരം അന്നത്തെ ഒരു കമ്പൈൻ സ്റ്റഡിക്ക് ശേഷം അവന്റെ ഒരു ബുക്ക് അവളുടെ കയ്യിൽ പെട്ട കാര്യം പിറ്റേ ദിവസം അവൾ അറിയുമ്പോൾ വേഗം തന്നെ ആ ഒരു ബുക്ക് അവന് കൊടുക്കാനായിട്ട് അവൾ നേരെ ഇന്റർനാഷണൽ ആയിട്ടുള്ള ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ചെല്ലുന്നുണ്ടെങ്കിലും അവിടെ വെച്ച് വളരെ അൺഹാപ്പി ആയിട്ട് എന്തോ വിഷമത്തിലിരിക്കുന്ന ഒരു സോങ്ങിനെയാണ് ചെന്നിന് അവിടെ കാണാനായിട്ട് സാധിച്ചത്. ഇതേ സമയത്ത് ചെന്നിങ്ങനെ സോങ്ങിന്റെ ബുക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് അവിടേക്ക് പോയതും ഇവര് തമ്മിൽ എന്തോ ഒരു റിലേഷനൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് റൂമേഴ്സ് ഒക്കെ സ്പ്രെഡ് ആയിട്ട് പിള്ളേരൊക്കെ നമ്മുടെ ചെന്നിനെതിരെ ഒരുപാട് ബാഡ് ആയിട്ടുള്ള കമന്റുകളൊക്കെ പറഞ്ഞത് ഒളിച്ചു നിന്ന് കേൾക്കുന്ന പാവം നമ്മുടെ ചെന്നിന്റെ കണ്ണൊക്കെ നിറയുന്നുണ്ടെങ്കിലും കൃത്യസമയത്ത് തന്നെ അവിടേക്ക് ജിങ് എത്തിയിട്ട് ചെന്നും സോങ്ങും തന്റെ ഫ്രണ്ടാണെന്നും അവർ തമ്മിൽ അങ്ങനെയൊന്നും ഇല്ലെന്നും വെറുതെ ആവശ്യമില്ലാതെ ഇങ്ങനെ ഒരു റൂമേഴ്സ് ഒക്കെ പറഞ്ഞ് പരത്തി കഴിഞ്ഞാൽ അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് നിങ്ങളെ കൊണ്ട് ഞാൻ അനുഭവിപ്പിക്കുന്നൊക്കെ പറഞ്ഞ് അവരവിടുന്ന് ഓടിച്ചു വിടുന്നുണ്ട്. അങ്ങനെ അവര് അവിടെ നിന്ന് പോയി കഴിയുമ്പോഴാണ് ചെന്ന് പുറത്തേക്ക് വന്ന് തന്നെ മനസ്സിലാക്കി തന്നെ ഹെൽപ്പ് ചെയ്തതിന് അവളിപ്പോ അവന്റെ അടുത്ത് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ അന്ന് വൈകുന്നേരം വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് സോങ് വീണ്ടും അവളെ പഠിക്കാനായിട്ട് വിളിക്കുന്നുണ്ടെങ്കിലും ഇന്ന് സ്കൂളിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു റൂമറിന്റെ വിഷമത്തിലായിരിക്കണം, നമുക്ക് പിന്നെ ഒരു ദിവസം നോക്കാന്ന് പറഞ്ഞ് അവളിപ്പോ നൈസായിട്ട് എസ്കേപ്പ് ആകുന്നുണ്ട്. അങ്ങനെ അവൾ വീട്ടിലേക്ക് കയറി വരുമ്പോഴാണ് അവളുടെ വീട്ടിലിപ്പോ അവളുടെ അമ്മയില്ലെന്നും ഇന്ന് പെട്ടെന്ന് ഒരു എമർജൻസി വർക്ക് വന്നതുകൊണ്ട് അമ്മയ്ക്ക് അവിടെ നിന്ന് പോവേണ്ടി വന്ന കാര്യം അവള് അറിയുന്നത്. ഇതേ സമയത്ത് തന്നെ അവളുടെ അച്ഛനിപ്പോ അവളെ വിളിച്ചിട്ട് എങ്ങനെയുണ്ട് അവിടുത്തെ ലൈഫ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ ഇവിടെ ഹാപ്പി ആണെന്നും അവളുടെ ഫ്രണ്ട്സ് ഒക്കെ നല്ലതാണെന്ന് അവൾ പറയുന്നുണ്ടെങ്കിലും ഇന്ന് ആ ഒരു സ്കൂളിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ഇൻസിഡന്റ് നമ്മുടെ ചെന്നിനെ ആകെ വിഷമത്തിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇതേ നേരം ഓൾറെഡി ഇപ്പൊ അവള് വീട്ടിൽ ഒറ്റയ്ക്കാണെന്നും അവളുടെ അമ്മ ഇങ്ങനെ പോയിരിക്കുകയാണെന്നും മനസ്സിലാക്കുന്ന നമ്മുടെ പഠിപ്പിയായിട്ടുള്ള സോങ്ങിന്റെ അമ്മ ഇപ്പൊ അവളെ ഡിന്നറിന് വേണ്ടിയിട്ട് അവരുടെ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും തനിക്ക് വിശപ്പില്ലെന്നും അവൾ ഓൾറെഡി ഡിന്നർ കഴിച്ചതാണെന്നും പറഞ്ഞ് അവള് ഒരു നുണ പറയുന്നുണ്ടെങ്കിലും അവൾ പറഞ്ഞത് വെച്ച് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് സോങ്ങിനിപ്പോ മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ചെന്നിപ്പോ നൈറ്റ് ഒരു ടർഫിലൂടെ ജോഗിങ് ഒക്കെ ചെയ്ത് റെസ്റ്റ് എടുക്കാൻ നേരം അവൾക്ക് നമ്മുടെ ജിങ്ങിന്റെ ഒരു കോള് കിട്ടുന്നുണ്ട്. അങ്ങനെ ജിങ് ഇപ്പോ സോങ് തന്നെ വിളിച്ച് അവൾക്ക് എന്തോ വിഷമമുള്ളതായിട്ട് പറഞ്ഞൊന്നും അതുകൊണ്ട് നീ ഒരു ആപത്തുകളൊന്നും കാണിക്കരുതെന്നൊക്കെ പറഞ്ഞ് തമാശ രൂപേണ അവളോട് സംസാരിക്കുന്നുണ്ടെങ്കിലും പിന്നീട് അവളെയും നമ്മളെയും സർപ്രൈസ് ചെയ്തുകൊണ്ട് അവനിപ്പോ അവളുടെ അടുത്ത് തന്നെ വന്ന് നിൽക്കുന്നുണ്ട്. അങ്ങനെ അവനെ കാണുമ്പോൾ ആകെ സർപ്രൈസ്ഡ് ആയിട്ട് നീ എന്താണ് ഇവിടെയെന്ന് അവൾ ചോദിക്കുമ്പോഴാണ് ഇത് തന്റെ ടർഫാണെന്നും അവന് ഇവിടേക്കാണ് പ്രാക്ടീസിന് വരാറുള്ളതെന്നും അവനിപ്പോ പറയുന്നത്. ഇതേ നേരം അവൾക്ക് എന്തോ വിഷമമുണ്ടെന്ന് മനസ്സിലാക്കി അവളുടെ മൂഡ് മാറ്റാനായിട്ട് നീ ഫുഡ് കഴിച്ചോന്ന് ജിങ് ഇപ്പൊ ചോദിക്കുമ്പോൾ താൻ ഓൾറെഡി കഴിച്ചതാണെന്ന് ചെൻ പറയുന്നുണ്ടെങ്കിലും പിന്നീട് അവളുടെ വയറ്റിൽ നിന്ന് സൗണ്ട് ഒക്കെ വരുമ്പോൾ അവൾ നുണ പറഞ്ഞതാണെന്ന് മനസ്സിലാക്കിയിട്ട് ജിങ് ഇപ്പോ അവളെ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു സീനോട് കൂടിയിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. സോ ഗൈസ്, നമ്മുടെ ചെന്നിന്റെയും ജിങ്ങിന്റെയും ഒക്കെ ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിവേ ടീനേജിൽ ഇവരെ പോലെ ഒറ്റയ്ക്ക് നിൽക്കുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കണമെന്ന് നമുക്കും ആഗ്രഹം ഉണ്ടായിട്ടില്ലേ? എനിവേ അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലക്കിയാണ്. സോ എനിവേ ഇനി ഇവരുടെ സ്റ്റോറി എങ്ങോട്ടാ പോകുന്നതെന്ന് അടുത്ത എപ്പിസോഡിൽ കൂടെ നമുക്ക് കാണാം. അപ്പോൾ till then, take care and bye bye.